വെണ്ടയ്ക്ക തോരൻ തേങ്ങയില്ലാതെ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെയാണ് തേങ്ങയില്ലാതെ നമ്മൾ തോരൻ വെക്കത്തില്ലല്ലോ. ഒത്തിരി തേങ്ങ ഇട്ടല്ലേ നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പം തോരൻ തേങ്ങയില്ലാതെ. അപ്പോൾ ഇത് കഴുകി വാരി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. എൻ്റെ അമ്മയുണ്ടല്ലോ, എങ്ങനെയാണെന്നറിയാമോ, വെണ്ടയ്ക്ക കഴുകി നല്ലതായിട്ട് തോർത്തിയിട്ട് അമ്മ അത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കും. അപ്പോൾ അതിൻ്റെ വെള്ളമയം എല്ലാം പോയി കിട്ടും. അപ്പോൾ നല്ല അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രൈ പോലിരിക്കും തോരൻ. ഞാനത് വെള്ളത്തിലൊന്നും ന്യൂസ് പേപ്പറിലൊന്നും പൊതിഞ്ഞ് വെച്ചില്ല, കഴുകി വാരി വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് അരിയാം. ഓക്കെ, ഞാനാണെങ്കിൽ കട്ടിംഗ് ബോർഡിലൊന്നും അല്ല അരിയുന്നത്. കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ട്, അത് എടുക്കാൻ പഠിച്ചിട്ട് ഞാൻ ഈ അടപ്പിൻ്റെ, നമ്മുടെ അടയ്ക്കത്തിലെ അടപ്പിനകത്ത് വെച്ചാണ് അരിയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം കാണാം. ഈ തുമ്പങ്ങ് വെട്ടിക്കളയണേ. ഏതാണ്ട് ഇത് അറ്റത്തില്ലേ, ആ തൊപ്പി പോലെ ഇരിക്കുന്നത്, അതാണ് വെട്ടിക്കളയണേ. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ ചേർക്കാത്ത വെണ്ടയ്ക്ക തോരനാണ്. നമുക്ക് എല്ലാത്തിനും അങ്ങ് തേങ്ങ ഇട്ടാലെങ്ങനെ. ഓക്കെ, നമുക്ക് ഒരു കറിക്ക് തേങ്ങ മതി, എല്ലാത്തിനും തേങ്ങ അരച്ച് കൂട്ടണ്ട. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അപ്പം ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 5-6 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 3 പച്ചമുളക് എടുത്ത്, അതൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി. അവരോടെ എരിക്ക് അനുസരിച്ച് പച്ചമുളക് എടുക്കണം. എനിക്ക് ഇച്ചിരി എരിയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ 3 പച്ചമുളക് എടുത്ത്, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ഒരു കഷ്ണം. നാരങ്ങയുടെ കഷ്ണം എന്ന് പറയുന്നത് നമ്മൾ ഈ വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ അത് കുഴഞ്ഞു പോകത്തില്ലേ, അപ്പോൾ അത് കുഴയാതിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീരൊഴിച്ചാൽ ആ കുഴച്ചിലങ്ങ് മാറിക്കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും എടുത്ത് ഒഴിക്കുകയും ചെയ്യും. എണ്ണ ഒഴിക്കുക, അതിൽ കുറച്ച് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ചുമന്ന മുളക് ഇട്ടു. എപ്പോഴും ആരൊക്കെയോ ഒന്ന് ബെല്ലടിക്കുക. ഓക്കെ, അപ്പം അതിലേക്ക് ഫസ്റ്റ് ഉള്ളി ഇടുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പച്ചമുളക് ഇട്ടു. മുളകിട്ടു. ഒന്ന് വഴന്നാൽ മതി, ഒത്തിരി അങ്ങ് വഴന്നൊന്നും പോകണ്ട. ഇനി വെണ്ടയ്ക്ക ഇടുക. തീ ഒന്നും ഒത്തിരി കൂട്ടിയിടരുത്, നമുക്ക് അരിഞ്ഞു പോകും. ഇതിൽ ആ പശ ഇറങ്ങത്തില്ലേ, അന്നേരം നാരങ്ങ നീര് ഒഴിച്ചാൽ മതിയേ. വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ തല, ഇത് തൊപ്പി വശമില്ല, അതൊന്ന് കട്ട് കളയും. ഞാൻ ഈ തുമ്പ് കട്ട് ചെയ്ത് കളയാറില്ല. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഉപ്പിടണം. റോക്ക് സാൾട്ടാണ് നല്ലത് കേട്ടോ. റോക്ക് സാൾട്ടില്ലേ, നമ്മുടെ റോക്ക് സാൾട്ട്, എനിക്കതിൻ്റെ മലയാളം എന്ത് തരത്തിലുള്ള റോക്ക് സാൾട്ട്, റോസ് ആയിട്ടിരിക്കത്തില്ലേ സാൾട്ട്, അത് ബി പി ഒക്കെ ഉള്ളവർക്ക് നല്ലതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ സയൻറ്റിഫിക് വേ ഒന്നും എനിക്കറിയത്തില്ല. നമ്മളതാണ് ഉപയോഗിക്കുന്നത്. വെളിയിൽ വാങ്ക് വിളിക്കുന്നേ. നമ്മൾ റോഡ് സൈഡാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഓക്കെ, കേട്ടോ, വാങ്ക് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കേൾക്കാം, വാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. എന്തെന്നറിയാമോ, നാരങ്ങ ഒഴിക്കുന്നേ ആ പശപ്പ് പെട്ടെന്ന് മാറിക്കിട്ടും. നൂല് വരുന്നില്ല കേട്ടോ, കണ്ടോ, ഒരു കൊഴുകൊഴുത്തൊരു നൂല് വരത്തില്ലേ, അതിപ്പോൾ വരുന്നില്ലല്ലോ. കണ്ടോ, ഇതിൻ്റെ ഒരു ടിപ്പാണിതേ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട വേണ്ട കേട്ടോ, നമുക്കിങ്ങനെ ഇളക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുക. സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് പൊക്കളയരുത്, ഇടയ്ക്കൊന്ന് നോക്കിക്കോണം കരിയുന്നുണ്ടോയെന്ന്. ചെറുതീയിൽ വെച്ചാൽ മതി, കുറേ വലിയ തീയിലൊന്നും വെക്കണ്ട, ചെറുതീയിൽ. കണ്ടോ, ആയിട്ടുണ്ട്. കണ്ടോ, ഈ നാരങ്ങ നീരൊഴിച്ചത് കൊണ്ടേ അത് ഒട്ടിയതേ ഇല്ല. ഞാൻ ഇളക്കിയൊന്നുമില്ല അധികം, അടച്ചു വെച്ചിട്ട് അങ്ങ് പോയതാണ്. എൻ്റെ ഈ ഫ്രൈങ് പാന് എണ്ണ കുടിക്കുന്ന ഫ്രൈങ് പാനാണ്. എണ്ണ എത്ര ഒഴിച്ചാലും ഇതിനകത്ത് കാണത്തില്ല. ചില പാത്രങ്ങൾ അങ്ങനെയില്ലേ, കണ്ടോ, എണ്ണ ഒഴിച്ചാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതിയേ, കുറേ എണ്ണയൊന്നും ഒഴിക്കരുത്. കണ്ടോ, വെണ്ടയ്ക്ക തോരൻ
നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചത് കൊണ്ട് അത് ഒട്ടിയതേ ഇല്ല. മറ്റേ നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തയ്യാറായില്ലേ? ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഇതേ. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേരറിയാലോ, ലോജീസ് വേൾഡ് യൂട്യൂബ് ചാനൽ. ഓക്കേ.